നമസ്കാരം. സംസ്ഥാനത്തെ ടെലികോം നിരക്കുകൾ വീണ്ടും ഉയർന്നേക്കുമോ എന്ന ആശങ്ക കഴിഞ്ഞ ദിവസം മുതൽ ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എയർടെൽ VI കമ്പനികളുടെ സിഇഒമാർക്ക് നിരക്ക് പരിഷ്കരണം സംബന്ധിച്ച് നടത്തിയ പ്രതികരണങ്ങളാണ് ഈ ആശങ്കയ്ക്ക് കാരണമായത്. കൂടുതൽ ഡാറ്റ ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ നിരക്ക് ഏർപ്പെടുത്തുന്ന വിധത്തിൽ പരിഷ്കരണം ആവശ്യമാണെന്നും മറ്റുമാണ് VI CEO കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടത്. എന്നാൽ ജൂലൈയിൽ നടപ്പിലാക്കിയ നിരക്ക് വർധനയുടെ പ്രതിഷേധം ഇനിയും കെട്ടടങ്ങിയിട്ടില്ലാത്തതിനാലും റിലയൻസ് ജിയോയുടെ പ്രതികരണം വന്നിട്ടില്ലാത്തതിനാലും നിരക്ക് വർധനയ്ക്ക് സാധ്യതയില്ല. ജിയോ കൂടി സമ്മതിക്കാതെ നിരക്ക് ഉയർത്തുന്നത് എയർടെലിനും VIക്കും വൻ തിരിച്ചടിയാകും. കാരണം ആളുകൾ ജിയോയിലേക്ക് പോർട്ട് ചെയ്തു പോകും. അതിനാൽ ഇക്കാര്യത്തിൽ ജിയോയുടെ തീരുമാനം നിർണായകമായി നിൽക്കുന്നുണ്ട്. നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ജിയോ നിരക്ക് കൂട്ടുന്നതിനെ പറ്റി ആലോചിക്കുന്നില്ല. അതിനാൽ തന്നെ ഉപഭോക്താക്കൾക്ക് സമാധാനമായിരിക്കാം. ഒരു വശത്ത് എയർടെലും VIയും കൂടുതൽ വരുമാനം നേടാൻ പ്ലാൻ ആലോചിക്കുമ്പോൾ മറുവശത്ത് BSNLുമായി നിരക്കിന്റെ കാര്യത്തിൽ കടുത്ത മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജിയോ. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടെലികോം സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിൽ BSNL ആണ് ഇപ്പോൾ മുന്നിൽ. സ്വകാര്യ കമ്പനികളിൽ BSNLന്റെ പ്രധാന എതിരാളി ജിയോയാണ്. ജിയോയുടെയും BSNLന്റെയും ഏതാണ്ട് ഒരേ നിരക്കിൽ വരുന്ന രണ്ട് പ്ലാനുകളും അവയിൽ ഏത് പ്ലാനാണ് മികച്ച ആനുകൂല്യം വാഗ്ദാനം ചെയ്യുന്നതെന്നും നോക്കാം. ജിയോയുടെ 349 രൂപ പ്ലാന്, BSNLന്റെ 347 രൂപ പ്ലാൻ എന്നിവയാണവ. ഈ രണ്ട് പ്ലാനുകളും 2 GB പ്രതിദിന ഡാറ്റ സഹിതമാണ് എത്തുന്നത്. ജിയോ 349 രൂപ പ്ലാൻ നോക്കിയാൽ പ്രതിദിനം 2 GB ഡാറ്റ, അൺലിമിറ്റഡ് കോളിംഗ്, ദിവസം 100 SMS എന്നിവയാണ് ഇതിലെ പ്രധാന ആനുകൂല്യങ്ങൾ. 28 ദിവസമാണ് വാലിഡിറ്റി വരുന്നത്. ജിയോയുടെ അൺലിമിറ്റഡ് 5G ഡാറ്റ ഓഫർ 28 ദിവസ വാലിഡിറ്റി ലഭ്യമാകുന്ന ഏറ്റവും നിരക്ക് കുറഞ്ഞ പ്ലാനാണിത്. ജിയോ ആപ്പുകളിലേക്കുള്ള ആക്സസും ഇതിലുണ്ട്. BSNL 347 രൂപ പ്ലാൻ നോക്കിയാൽ പ്രതിദിനം 2 GB ഡാറ്റ, അൺലിമിറ്റഡ് കോളിംഗ്, ദിവസം 100 SMS എന്നീ ആനുകൂല്യങ്ങൾ 54 ദിവസ വാലിഡിറ്റിയിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഹാർഡി ഗെയിമുകൾ, ചലഞ്ചർ അറീന ഗെയിമുകൾ, ഗെയിം ഓൺ, ആസ്ട്രോടെൽ, ഗെയിമിയം, സിംഗ് മ്യൂസിക്, വോവ് എന്റർടൈൻമെന്റ്, BSNL ട്യൂൺസ്, ലിസ്റ്റ് പോഡ്കാസ്റ്റ് എന്നിവയിലേക്കുള്ള സൗജന്യ സബ്സ്ക്രിപ്ഷനും ഇതിലുണ്ട്. ഈ രണ്ട് പ്ലാനുകളും അതത് കമ്പനികളുടെ വരിക്കാർക്ക് മികച്ച ഓപ്ഷനുകളാണ്. എന്നാൽ ഇതിൽ ഏറ്റവും ലാഭകരമായ പ്ലാൻ BSNL പ്ലാൻ ആണ്. വാലിഡിറ്റിയുടെ കാര്യത്തിൽ ഈ പ്ലാൻ ഏറെ മുന്നിലാണ്. ജിയോ 30 ദിവസം തികച്ച വാലിഡിറ്റി നൽകുന്നില്ല. എന്നാൽ BSNL 54 ദിവസ വാലിഡിറ്റിയാണ് നൽകുന്നത്. അതായത് ജിയോയേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് ജിയോ പ്ലാനിന്റെ ഇരട്ടി വാലിഡിറ്റിയും ആനുകൂല്യങ്ങളും ഈ BSNL പ്ലാൻ നൽകുന്നുണ്ട്. ഇവിടെ ജിയോ നൽകുന്നതിനേക്കാൾ പാതി വിലയിലാണ് BSNL ആനുകൂല്യം നൽകുന്നത്. അതായത് 349 രൂപയുടെ ജിയോ പ്ലാനിന്റെ പ്രതിദിന ചെലവ് 12 രൂപ 46 പൈസയാണ്. BSNL പ്ലാനിൻ്റേത് 6 രൂപ 42 പൈസ മാത്രവും. എന്താണ് ലാഭകരമെന്ന് ഇതിൽ വ്യക്തമാണ്.